ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത് പലർക്കും പതിവായ അനുഭവമാണ്. പലപ്പോഴും ഇതൊരു ചെറിയ പ്രശ്നമായി തോന്നാം. പക്ഷേ തുടർച്ചയായി ഈ അനുഭവം ആരോഗ്യത്തിന് ഒരു മുന്നറിയിപ്പാകാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആരോഗ്യത്തിന് അത് എന്തെങ്കിലും ഭീഷണിയായിരിക്കുമോ? പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി നോക്കാം. ഞാൻ ഡോക്ടർ അരുൺദാസ് വെളിയത്ത്. ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന അവസ്ഥയ്ക്ക് പിന്നിൽ ഏറ്റവും സാധാരണമായ ഒരു കാരണമാണ് ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ്. ദഹന സംബന്ധമായ ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ഇത്. ഭക്ഷണം വയറ്റിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ പുറത്താക്കുന്നതിനായിട്ട് കുടലിൻ്റെ പ്രവർത്തനക്ഷമതയെ നൽകുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മിക്കവാറും ഇത് ആരോഗ്യപരമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ ചിലർക്ക് ഈ പ്രതികരണം അധികമായി സജീവമാകുന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നാൻ കാരണമാകുന്നു. ഇങ്ങനെ വരുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഭക്ഷണത്തിന്റെ സ്വഭാവം. മസാലകൾ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക, അതായത് പച്ചക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവ കുടലിന്റെ പ്രവർത്തനത്തെ സജീവമാക്കുന്നു. അതുപോലെ തന്നെ കാപ്പി അല്ലെങ്കിൽ ചായ അതുപോലെയുള്ള സാധനങ്ങൾ കൂടുതൽ അമിതമായ കഫേൻ ഉള്ള പാനീയങ്ങൾ ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് വർദ്ധിപ്പിക്കും. രണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം IBS. ഈ അവസ്ഥയിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പ്രവർത്തനം സ്ഥിരതയല്ലാതാവുകയും ടോയ്ലറ്റിലേക്ക് പോകാനുള്ള ആവശ്യം വേഗത്തിൽ വരാനും സാധ്യതയുണ്ട്. അതുപോലെ ലാക്ടോസ് ഇൻടോളറൻസ്. പാലുൽപ്പന്നങ്ങളും കഴിച്ചാൽ ദഹനത്തിലും കുടലിന്റെ പ്രവർത്തനത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. കൂടാതെ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്. അമിതമായ ഗ്യാസ് ഉൽപ്പാദനം കുടലിന്റെ പ്രവർത്തനത്തെ വേഗത്തിലാക്കാം. മൂന്ന്, ജീവിതശൈലി. ഭക്ഷണശീലങ്ങളിലെ ക്രമക്കേട്, ഭക്ഷണത്തിന് ശേഷം അമിതവേഗ പ്രവർത്തനങ്ങൾ ചെയ്യുക തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാകാറുണ്ട്. നാല്, മാനസിക സമ്മർദ്ദം. ചിലർക്ക് എപ്പോഴും മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ഈ പ്രശ്നം രൂക്ഷമാകാറുണ്ട്. ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ലക്ഷണങ്ങൾ തീവ്രമായതും തുടർച്ചയായതുമാണെങ്കിൽ, അതുപോലെ മലത്തിൽ രക്തം കാണുകയാണെങ്കിൽ, അത് IBD, അൾസറേറ്റീവ് കൊളൈറ്റിസ് അല്ലെങ്കിൽ കുടലിലെ പൊട്ടലുകൾ എന്തുകൊണ്ട് വേണമെങ്കിലും ആകാം. എന്താണ് കാരണമെന്ന് കൃത്യമായി പരിശോധനകളിലൂടെ ഉറപ്പാക്കുക. അതേപോലെ സാധാരണ ഉണ്ടാകുന്ന വേദനയേക്കാൾ അസഹനീയമായ വേദന വരുമ്പോൾ, കൂടാതെ ദഹന പ്രശ്നങ്ങൾ ശരീരത്തിലെ പോഷകങ്ങൾ നിലനിർത്താൻ കഴിയാതാകുന്നതുകൊണ്ട് അമിതമായ ശാരീരിക തളർച്ച അനുഭവപ്പെടുക. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. രോഗം ആരംഭത്തിൽ തിരിച്ചറിയുന്നതും ശരിയായ പരിഹാരം സ്വീകരിക്കുന്നതും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു തുടക്കമാണ്. ആക്ച്വലി ഇത് ശാരീരികമായും മാനസികമായും ഉള്ള പ്രശ്നമായിരിക്കാം. അതിനാൽ പരിഹാരങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്നാമത്തേത് ഭക്ഷണത്തിലെ മാറ്റങ്ങളാണ്. അമിതമായ ഫൈബറായ പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ അളവ് കുറയ്ക്കുക. കഠിനമായ മസാലകൾ ഉപയോഗിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക. ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അടുത്തത് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്നതിൽ കൃത്യമായ സമയം ഫിക്സ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. ഭക്ഷണത്തിന് ശേഷം 15-20 മിനിറ്റ് സമയം വിശ്രമിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ വലിയ പ്രവൃത്തികളൊന്നും, വേഗത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയ ശീലങ്ങൾ ഒരു റൂട്ടീനാക്കി പരിശീലിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന പ്രശ്നം അപകടകാരി അല്ലെങ്കിലും നിങ്ങളുടെ ജീവിത നിലവാരത്തെ സാരമായി ബാധിക്കാം. ശരിയായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മോചിതരാകാൻ കഴിയും. ഗ്യാസ്ട്രോ റിഫ്ലക്സ് പോലുള്ള അവസ്ഥകളിൽ ഹോമിയോപ്പതി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഹോമിയോപ്പതിയിൽ ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ കണക്കിലെടുത്താണ് മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. അത് ശരീരത്തിന്റെ സ്വാഭാവിക രോഗപ്രതിരോധ ശക്തിയെ മെച്ചപ്പെടുത്തുകയും ദീർഘകാലത്തേക്കുള്ള പരിഹാരം നൽകുകയും ചെയ്യുന്നു. വെളിയത്ത് ഹോമിയോപ്പതി, on a mission to cure.